നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഗോള സഭ ആചരിച്ചത് പോയ വാരത്തിലായിരുന്നു. കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ ബസലിക്കയിൽ നടന്ന വിശുദ്ധൻ്റെ തിരുനാളിൽ പങ്കെടുക്കാനും വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായി പതിനായിരങ്ങളാണ് അർത്തുങ്കൽ ബസലിക്കയിലെത്തിയത്. പകർച്ചവ്യാധികളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം യാചിച്ച് നാം പ്രാർത്ഥിക്കാറുണ്ട്. പ്രശസ്തമായ അർത്തുങ്കൽ ബസലിക്കയുടെ ചരിത്രവും തിരുനാൾ ആഘോഷവും പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. ബംഗളൂരിൽ കത്തോലിക്ക ദേവാലയത്തിലെ സക്രാരി കുത്തിത്തുറന്ന് തിരുവോസ്തി നശിപ്പിക്കുകയും കുസ്തോതിയിൽ സൂക്ഷിച്ചിരുന്ന തിരുവോസ്തി വലിച്ചെറിയുകയും ചെയ്ത വാർത്ത പോയ വാരത്തിൽ ഏവരെയും വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഗാനമാധുരിയിലൂടെ തൻ്റെ രോഗികളുടെ വേദനയകറ്റാൻ പാട്ടുപാടുന്ന മെക്സിക്കൻ ഗായികയായ അലസാന്ദ്ര ലാസ്രോയുടെ വിശേഷങ്ങളും നൊവേനയേക്കാൾ വിശുദ്ധ കുർബാനയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്ന ഫിയാത്ത് മിഷൻ്റെ വീഡിയോയും പോയ വാരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ ബസലിക്കയിൽ പ്രാർത്ഥിക്കുവാനും വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടുവാനും ദിനംപ്രതി നിരവധി പേരാണ് എത്തുന്നത്. പോയ വാരത്തിൽ നടന്ന അർത്തുങ്കൽ ബസലിക്കയിലെ തിരുനാളിലും നൊവേനയിലും തിരുനാൾ പ്രദക്ഷിണത്തിലും പതിനായിരങ്ങളാണ് പങ്കെടുത്തത്. ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ആൻഡ്രൂസ് ബസലിക്ക. പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ്. അർത്തുങ്കൽ വെളുത്തച്ഛൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛന്റെ സവിധത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവും ഉണ്ട്. 1581 അർത്തുങ്കൽ വിശുദ്ധ അന്ത്രയോസിന്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും പണികഴിപ്പിച്ച ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത്. വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാൾ ദിനമായ നവംബർ 30 അത്. ഫാദർ ഗാസ്പർ പയസ് ആയിരുന്നു ആദ്യ വികാരി. 1584 പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റ ഫാദർ ഫെനീഷ്യോ പള്ളിയുടെ നവീകരണത്തിൽ താൽപര്യമെടുക്കുകയും കല്ലിലും കുമ്മായത്തിലും പുതുക്കി നിർമ്മിക്കുകയും ചെയ്തു. ഫെനീഷ്യോയെ സാധാരണക്കാരായ ജനങ്ങളും ഭരണാധികാരിയും വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിക്കുകയും ചെയ്തു. ജനങ്ങൾ യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ വെളുത്തച്ഛൻ എന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നു. വെളുത്തച്ഛൻ എന്നത് പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മറ്റൊരു പേരായി മാറുകയാണ് ഉണ്ടായത്. 1632 ഫാദർ ഫെനീഷ്യോ മരണമടയുകയും വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. 1640 പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായി വിപുലവും മനോഹരവുമായി പുനർനിർമ്മിച്ചു. ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണാവശ്യത്തിനുള്ള കരിങ്കല്ലുകൾ വള്ളങ്ങളിലായിരുന്നു അർത്തുങ്കലിൽ എത്തിച്ചിരുന്നത്. ഇക്കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത്. എല്ലാ വർഷവും ജനുവരി 10 ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാൾ ജനുവരി 27 സമാപിക്കുന്നത്. തിരുനാളിന് ആരംഭമായി ഉയർത്തുവാനുള്ള കൊടി പാലായിൽ നിന്നുമാണ് എത്തിക്കുക. ഈ കൊടി ആദ്യം ആലപ്പുഴ കത്രീഡൽ പള്ളിയിലും തുടർന്ന് ആഘോഷമായ പ്രദക്ഷിണത്തോടൊപ്പം അന്നേ ദിവസം വൈകിട്ട് അർത്തുങ്കൽ പള്ളിയിലും എത്തിക്കും. പെരുന്നാൾ ദിനങ്ങളിൽ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ധാരാളം ഭക്തജനങ്ങൾ അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചേരും. മാരക രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരും പുണ്യാളന്റെ മാധ്യസ്ഥതയിൽ രോഗസൗഖ്യം ലഭിച്ചവരും വിശുദ്ധ സെബസ്ത്യാനോസിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ പെരുന്നാളിന് എത്തുന്നത് പതിവാണ്. അവർ അടുത്തുള്ള കടൽ തീരത്ത് നിന്ന് പള്ളി വരെ മുട്ടിലിഴഞ്ഞും ഉരുളുനേർച്ച നടത്തിയും വിശുദ്ധനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നതിനും പതിവാണ്. സ്വർണം, വെള്ളി എന്നിവയിൽ തീർത്ത മനുഷ്യ അവയവങ്ങളുടെയും അമ്പ്, വില്ല് എന്നിവയുടെയും രൂപങ്ങളും വിശ്വാസികൾ അർത്തുങ്കൽ ബസലിക്കയിൽ കാണിക്കയായി അർപ്പിക്കാറുണ്ട്. തിരുനാളിന്റെ പ്രധാന ദിവസമാണ് പുണ്യാളന്റെ രൂപം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രസിദ്ധമായ 4 മണിക്കൂർ പ്രദക്ഷിണം നടത്തുക.
പ്രദക്ഷിണത്തിൽ പങ്കുചേരാനും വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിക്കാനുമായി പതിനായിരങ്ങളാണ് ഇത്തവണയും അർത്തുങ്കൽ പള്ളിയിൽ എത്തിയത്. ബംഗളൂരിൽ കത്തോലിക്ക ദേവാലയത്തിന് നേരെയുണ്ടായ ആക്രമണ സംഭവത്തിൽ പരിഹാര പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മച്ചാഡു. ബംഗളൂരു അതിരൂപതയ്ക്ക് കീഴിലുള്ള കെങ്കേരി സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ദേവാലയത്തിനുള്ളിൽ അതിക്രമിച്ചു കടന്ന അക്രമി സക്രാരി കുത്തി തുറന്ന് തിരുവോസ്തി നശിപ്പിച്ചു. കുസ്തോതയിൽ സൂക്ഷിച്ചിരുന്ന തിരുവോസ്തി വലിച്ചെറിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത്. അൾട്ടാരയിലെ തിരുവസ്ത്രങ്ങളും തിരുസ്വരൂപങ്ങളും നശിപ്പിക്കപ്പെട്ടു. അക്രമിയെക്കുറിച്ച് സൂചനകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. പള്ളി വികാരി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യേശുവിന്റെ തിരുശരീരത്തെ അപമാനിച്ചത് വളരെയധികം വേദനാജനകമാണെന്നും തിരുവോസ്തിയെ അവഹേളിച്ചതിന് പ്രായശ്ചിത്തമായി 24-ന് പരിഹാര പ്രാർത്ഥനാ ദിനം ആചരിക്കുവാനും ആഹ്വാനം ചെയ്യുന്നതായി ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മച്ചാഡോ പറഞ്ഞു. അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും സന്യാസ ഭവനങ്ങളിലും 12 മണിക്കൂർ ആരാധന നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സീറോ മലബാർ സഭയിലെ 4 ദേവാലയങ്ങളെ കൂടി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രങ്ങളായി ഉയർത്തി. ചരിത്രപരമായ പ്രാധാന്യവും വിശ്വാസികളുടെ അഭ്യർത്ഥനയും പരിഗണിച്ചായിരുന്നു സീറോ മലബാർ സിനഡ് ദേവാലയങ്ങൾക്ക് പ്രത്യേക പദവി നൽകിയത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുടമാളൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി, കാഞ്ഞിരപ്പള്ളി രൂപതയിലെ സെന്റ് മേരീസ് മരിയൻ തീർത്ഥാടന കേന്ദ്രം, തൃശൂർ അതിരൂപതയിലെ പാലിയൂർ സെന്റ് തോമസ് പള്ളി, ഇരിങ്ങാലക്കുട രൂപതയിലെ താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി എന്നിവയാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഒരു ദേവാലയത്തിന് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സിനഡ് നേരത്തെ തന്നെ രൂപപ്പെടുത്തിയിരുന്നു. ഇടവക പൊതുയോഗത്തിന്റെ തീരുമാനമാണ് ഇതിൽ പ്രധാനം. ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന പള്ളികൾക്കുള്ള നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടുള്ള പൊതുയോഗത്തിന്റെ അപേക്ഷ രൂപതാധ്യക്ഷന്റെ ശുപാർശയോടൊപ്പം സീറോ മലബാർ ആർച്ച് ബിഷപ്പിനാണ് സമർപ്പിക്കേണ്ടത്. ഈ അപേക്ഷ 3 അംഗങ്ങളുള്ള മെത്രാൻമാരുടെ കമ്മിറ്റി പരിശോധിച്ച് സിനഡിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സിനഡിലെ പൊതു ചർച്ചയ്ക്ക് ശേഷമാണ് ഈ പദവി നൽകാൻ സിനഡ് തീരുമാനമെടുക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്ന ദേവാലയത്തിന് ഈ പദവി നൽകിക്കൊണ്ടുള്ള ഔദ്യോഗിക കൽപ്പനയിൽ മേജർ ആർച്ച് ബിഷപ്പ് ഒപ്പുവെക്കും. കൽപ്പന ഔദ്യോഗികമായി അറിയിക്കുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ദേവാലയങ്ങളിൽ പ്രഖ്യാപനങ്ങൾ നടത്തും. കേരളത്തിലെ റോമൻ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാപ്പോലിത്തയായ ഡോക്ടർ ജോസഫ് അട്ടിപ്പേറ്റിയെ ദൈവദാസനായി പ്രഖ്യാപിച്ചു. 50 കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടന്ന ദിവ്യബലി മധ്യേയാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രഖ്യാപനം നടത്തിയത്. വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്താനുള്ള നാമകരണ നടപടികളുടെ ആദ്യഘട്ടമാണിത്. സാർവത്രിക കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്താനുള്ള നാമകരണ നടപടികളുടെ ആദ്യഘട്ടമായ ദേവദാസ പദവി പ്രഖ്യാപനമാണ് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടന്നത്. സമൂഹ ദിവ്യബലിക്ക് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള വത്തിക്കാൻ കാര്യാലയം നാമകരണ നടപടികൾക്ക് നൽകിയ അനുമതിപത്രം അതിരൂപത ചാൻസലർ ഫാദർ എബിജിൻ അറക്കൽ വായിച്ചു. തുടർന്നാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ കളത്തിപ്പറമ്പിൽ കാനോനികമായി ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റിയെ ദേവദാസനായി പ്രഖ്യാപിച്ചത്. ആർച്ച് ബിഷപ്പ് ഡോക്ടർ അട്ടിപ്പേറ്റിയുടെ 50ാം ചരമവാർഷിക ദിനത്തിലാണ് ദേവദാസ പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയത്. ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റിയുടെ പുണ്യജീവിതത്തെയും ദൈവശാസ്ത്രപരവും മൗലികവും സഹായകവുമായ പുണ്യങ്ങളെയും ജീവിച്ചിരുന്ന കാലത്തും മരണനേരത്തും അതിനുശേഷവുമുള്ള വിശുദ്ധയുടെ പ്രസിദ്ധിയെയും ആധ്യാത്മികതയെയും കുറിച്ചുള്ള കാനോനിക അന്വേഷണങ്ങൾ ആഴത്തിലും വിസ്തൃതിയിലും നടത്തേണ്ടതുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് കളത്തിപ്പറമ്പിൽ വിശദീകരിച്ചു. ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ, കേരള റീജിയൻ ലാറ്റിക് കാത്തലിക് ബിഷപ്സ് കൗൺസിൽ പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ, ബിഷപ്പുമാരായ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തേരിയിൽ, ഡോക്ടർ അലക്സ് വടക്കുന്തല, ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ, ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ എന്നിവരും വരാപ്പുഴ അതിരൂപതയിലും കോട്ടപ്പുറം രൂപതയിൽ നിന്നുമുള്ള വൈദികരും തിരുകർമ്മങ്ങളിൽ സഹകാർമ്മികത്വം വഹിച്ചു. ദേവദാസന്റെ ഖബറിടം, ജന്മസ്ഥലം, ജീവിതം ചെലവഴിച്ച പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, മരണമടഞ്ഞ സ്ഥലം എന്നിവ ഔദ്യോഗികമായി പരിശോധിച്ച് നിയമവിരുദ്ധമായ വണക്കങ്ങൾ നടത്തിയതിന്റെ അടയാളങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തിയില്ല എന്ന സർട്ടിഫിക്കറ്റ് ആർച്ച് ബിഷപ്പ് റോമിലേക്ക് അയക്കും. ദേവദാസൻ എന്നാണ് ഇനി ഔദ്യോഗിക രേഖകളിലെല്ലാം ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റിയെ വിശേഷിപ്പിക്കുകയെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ വ്യക്തമാക്കി. രാജ്യത്തെ ആതുര സേവന മേഖലയിൽ കന്യാസ്ത്രീകളായ ഡോക്ടേഴ്സിന്റെ നിസ്വാർത്ഥ സേവനങ്ങൾ മഹത്തരമെന്ന് സിനിമാ താരം മമ്മൂട്ടി.
കന്യാവ്രതം സ്വീകരിച്ച ഡോക്ടർമാർ നിരവധി വെല്ലുവിളികൾ നേരിട്ട് നിശ്ചയദാർഢ്യത്തോടെ പിന്നോക്ക മേഖലകളിലും ഗോത്രവിഭാഗങ്ങൾക്കിടയിലും പരിചരണമൊരുക്കുന്നത് നന്മയുടെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജഗിരി ആശുപത്രി ഓഡിറ്റോറിയത്തിൽ സിസ്റ്റർ ഡോക്ടേഴ്സ് ഫോറം ഓഫ് ഇന്ത്യയുടെ 26ാമത് ത്രിദിന ദേശീയ സെമിനാർ ആലുവ രാജഗിരി ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആതുര സേവന മേഖലയിൽ ഡോക്ടർമാരായി പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിന്റെ സംഘടനയായ സിസ്റ്റർ ഡോക്ടേഴ്സ് ഫോറത്തിന്റെ 26ാമത് ദേശീയ സെമിനാറിനാണ് ആലുവ രാജഗിരി ആശുപത്രിയിൽ തുടക്കമായത്. 3 ദിനം നീണ്ടുനിൽക്കുന്ന സെമിനാറിന്റെ ഉദ്ഘാടനം നടൻ മമ്മൂട്ടി നിർവഹിച്ചു. തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്കപ്പുറം മറ്റുള്ളവർക്ക് പ്രചോദനമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് സിസ്റ്റർ ഡോക്ടേഴ്സ് ഫോറം എന്ന് മമ്മൂട്ടി പറഞ്ഞു. രാജ്യത്തെ ആരോഗ്യ പരിചരണ ദൗത്യങ്ങളിൽ സിസ്റ്റർ ഡോക്ടർമാർ വഹിക്കുന്ന പങ്ക് അനുസ്മരിച്ച അദ്ദേഹം അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങൾ അപ്രാപ്യമായവർക്ക് ഇവർ പ്രതീക്ഷയുടെ കിരണമാണെന്നും വ്യക്തമാക്കി. You people sacrifice your life. I mean, life is not being sacrificed. The kind of life being led by others. That itself is a big great thing. സിസ്റ്റർ ഡോക്ടേഴ്സ് ഫോറം ആനുവൽ റിപ്പോർട്ടിന്റെ പ്രകാശനവും മമ്മൂട്ടി നിർവഹിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദൈവസന്നിധിയിൽ നിന്ന് വന്നവരെ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നതുവരെ പരിപാലിക്കുന്ന പാലമാണ് സിസ്റ്റർ ഡോക്ടേഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആർച്ച് ബിഷപ്പ് പ്രകാശ് മല്ലവരപ്പു, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, സിസ്റ്റർ ഡോക്ടേഴ്സ് ഫോറം ദേശീയ അധ്യക്ഷ സിസ്റ്റർ ഡോക്ടർ ബീന മാധവത്ത്, രാജഗിരി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി CMA, ചായ് ഡയറക്ടർ ജനറൽ റവറൻ ഡോക്ടർ മാത്യു എബ്രഹാം, ഡോക്ടർ ആന്റണി റോബർട്ട് ചാൾസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ആതുര സേവന മേഖലയിലെ നൂതന ആശയങ്ങളും സാങ്കേതിക വിദ്യകളും പ്രതിപാദിക്കുന്ന സെമിനാറിന് ഇന്ത്യയിലെ പ്രമുഖ ഡോക്ടർമാർ നേതൃത്വം നൽകും. 20 സംസ്ഥാനങ്ങളിൽ നിന്നായി 200-ൽ പരം ഡോക്ടർമാരായ സിസ്റ്റർമാർ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. ദേവാലയങ്ങളിൽ വിതരണം ചെയ്യുന്ന തിരുവോസ്തിയും തിരുരക്തവും ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സുരക്ഷിതമെന്ന് ഉറപ്പാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. വിഷയത്തിൽ ഇടപെടാൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു. വിശുദ്ധ കുർബാനയ്ക്കിടെ ദേവാലയങ്ങളിൽ വിതരണം ചെയ്യുന്ന തിരുവോസ്തിയും തിരുരക്തവും സംബന്ധിച്ച വിഷയത്തിൽ ഇടപെടാൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിക്ക് അധികാരമില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി അപ്പവും വീഞ്ഞും സ്വീകരിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും ക്രിസ്തുവിന്റെ അന്ത്യത്താഴവേളയിലെ ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അത് സ്വീകരിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ഉടമ്പടിയാണ് കുർബാന സ്വീകരിക്കുന്നത്. ഇക്കാരണത്താൽ തന്നെ അപ്പവും വീഞ്ഞും സ്വീകരിക്കുന്നത് ഭക്ഷണമായല്ല, വിശ്വാസത്തിന്റെ ഭാഗമായാണ്. ഇവയുടെ വിതരണത്തിൽ പുരോഹിതർ അങ്ങേയറ്റം ജാഗ്രതയും വൃത്തിയും പാലിക്കുന്നുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനനുസരിച്ച് വിശ്വാസങ്ങൾ വെച്ചുപുലർത്താൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട്. ഇതനുസരിച്ച് കുർബാനയുടെ ഭാഗമായുള്ള വിശ്വാസങ്ങളിൽ ഇടപെടാൻ ഒരു അതോറിറ്റിക്കും അധികാരമില്ല. ഈ ആചാരവിശ്വാസങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സഭാധികൃതർ തന്നെ തീരുമാനിക്കണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പള്ളികളിൽ ഇത്തരത്തിൽ അപ്പവും വീഞ്ഞും വിതരണം ചെയ്യുന്നതിലൂടെ ആർക്കെങ്കിലും പകർച്ചവ്യാധി ഉണ്ടായെന്ന് ഹർജിക്കാരന് ആരോപണമില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും കോടതി ഇടപെടുന്നില്ല. ഭരണഘടന പ്രകാരം മതപ്രചാരണത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കും വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ക്വാളിഫൈഡ് പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എന്ന സംഘടനയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ഡോക്ടർ ഒ ബേബി നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുകയായിരുന്നു. ഒഡീഷയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ച ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും മക്കളുടെയും ധീരമരണത്തിൻ്റെ 21ാം വാർഷിക സ്മരണയിലാണ് ഇന്ന് ഭാരതസഭ. 35 വർഷങ്ങളാണ് ഗ്രഹാം സ്റ്റെയിൻസ് കുടുംബമായി ഒഡീഷയിൽ മിഷണറി പ്രവർത്തനങ്ങൾക്കായി ജീവിതം സമർപ്പിച്ചത്. 1965-ലാണ് ഓസ്ട്രേലിയൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസ് ഒഡീഷ്യൻ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുടുംബസമേതം കടന്നുവന്നത്. കുഷ്ഠരോഗികൾക്ക് വേണ്ടിയും സമൂഹത്തിൽ അവർ നേരിട്ട വിവേചനങ്ങൾക്കെതിരെ സ്വരമുയർത്താനും അദ്ദേഹവും കുടുംബവും നിരന്തരം പരിശ്രമിച്ചു. ഇന്ത്യയിലെ ഗോത്രവർഗക്കാരുടെ ഭാഷയിലേക്ക് വിശുദ്ധ ഗ്രന്ഥം വിവർത്തനം ചെയ്യുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ദരിദ്രരോടും അവഗണിക്കപ്പെട്ടവരോടും ക്രിസ്തുവിന്റെ ദയാവായ്പോടെ പെരുമാറിയ അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയിൽ ആകൃഷ്ടരായി അനേകർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. 1999 ജനുവരി 23-ന് പ്രാദേശിക ക്രൈസ്തവ ഗോത്രവർഗക്കാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തെയും 2 മക്കളെയും വനത്തിൽ വെച്ച് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള സംഘടനാംഗങ്ങൾ തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. 10 വയസ്സുള്ള ഫിലിപ്പും 6 വയസ്സുള്ള തിമോത്തിയും പിതാവിനോടൊപ്പം കൊല്ലപ്പെട്ടു.
ഭർത്താവിന്റെയും മക്കളുടെയും കൊലപാതകികളോട് അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ് നിരുപാധികം ക്ഷമിക്കുകയും പിന്നീട് ഭർത്താവ് ആരംഭിച്ച പ്രവർത്തനങ്ങൾക്ക് 15 വർഷം ഇന്ത്യയിലെ ദരിദ്രരുടെ ഇടയിൽ തുടരുകയും ചെയ്തു. കാലങ്ങൾ പഴക്കമുള്ള സഹിഷ്ണുതയ്ക്കും ഒത്തൊരുമയ്ക്കും സ്റ്റെയിൻസ് കൊലപാതകങ്ങൾ മായ്ക്കാനാവാത്ത കോട്ടം വരുത്തിയതായി ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് KR നാരായണൻ പ്രസ്താവിച്ചിരുന്നു. സ്റ്റെയിൻസ് കുടുംബത്തിന്റെ ജീവിതകഥ ആവിഷ്കരിച്ച ദ ലിസ്റ്റ് ഓഫ് ദീസ് എന്ന സിനിമയ്ക്കെതിരെയും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. 2005 പത്മശ്രീ പുരസ്കാരം നൽകി ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ പ്രവർത്തനങ്ങളെ ഇന്ത്യ അംഗീകരിച്ചിരുന്നു. 21 വർഷങ്ങൾക്ക് ശേഷവും ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭാരതസഭ ഏറെ പ്രാർത്ഥനയോടെയും അഭിമാനത്തോടെയുമാണ് സ്റ്റെയിൻസ് കുടുംബത്തെ സ്മരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ ക്രൈസ്തവർ നേരിടുന്ന വിവേചനങ്ങൾക്കിടയിലും മിഷണറി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കമ്പോനി സന്യാസിനി സമൂഹം. വിശുദ്ധ നാട് സന്ദർശിച്ച ബിഷപ്പുമാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കമ്പോനി സഹോദരിമാർ. 1966 ജെറുസലേമിനടുത്തുള്ള ബദനിയിൽ മിഷണറി പ്രവർത്തനങ്ങൾക്കായി കമ്പോനി സന്യാസിമാർ കടന്നുവന്നത്. എന്നാൽ 2004 പാലസ്തീൻ സംഘർഷത്തെ തുടർന്ന് കമ്പോനി സഹോദരിമാരുടെ ഭവനം ഉൾപ്പെടുന്ന ബദനി ഗ്രാമം വലിയ മതിലുകളാൽ ചുറ്റുമുള്ള സമൂഹങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു. എന്നാൽ വേർതിരിവിന്റെ കോൺക്രീറ്റ് മതിൽ ഭേദിച്ച് സമാധാനത്തിന്റെ പാലങ്ങൾ നിർമ്മിക്കാനായുള്ള ഉദ്യമങ്ങൾ തങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് ബിഷപ്പുമാരുടെ സംഘത്തോട് കമ്പോനി സഹോദരിമാർ വ്യക്തമാക്കി. കുഞ്ഞുങ്ങളുടെ പരിചരണവും വിദ്യാഭ്യാസവും ലക്ഷ്യം വെച്ചായിരുന്നു ഇവരുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ. ഉടമ്പടി ജനത്തോടൊപ്പം യേശുവിന്റെ നാട്ടിൽ എന്ന ബൈബിൾ പഠന കോഴ്സിനും ഇവർ രൂപം നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി മിഷണറി പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്ന മിഷണറിമാരായ സഹോദരങ്ങൾക്ക് യേശുവിന്റെ ജന്മനാടും പ്രവർത്തന സ്ഥലങ്ങളും പരിചയപ്പെടുവാനും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ഇവർ അവസരമൊരുക്കുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിൽ സുവിശേഷ പ്രവർത്തനവുമായി ധീരതയോടെ മുന്നേറുന്ന സിസ്റ്റർമാരുടെ പ്രവർത്തനങ്ങളെ ബിഷപ്പുമാർ അഭിനന്ദിച്ചു. അവരുടെ സമാധാന ഉദ്യമങ്ങൾക്ക് പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകുമെന്നും ബിഷപ്പുമാർ വ്യക്തമാക്കി. ഗാനമാതിരിയിലൂടെ തൻ്റെ രോഗികളുടെ വേദനയകറ്റാൻ പാട്ടുപാടുന്ന മെക്സിക്കൻ ഗായികയായ അലസാന്ദ്ര ലാസ്രോ ശ്രദ്ധേയമാകുന്നു. സംഗീതത്തിലൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള ശക്തി നേടുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് അലസാന്ദ്ര വ്യക്തമാക്കി. മെക്സിക്കൻ ഗായികയും ഗാനരചയിതാവും അതിലുപരി നഴ്സുമായ അലസാന്ദ്രയ്ക്ക് സംഗീതം വളരെ ഇഷ്ടമാണ്. തന്നെ കാണാനെത്തുന്ന രോഗികളുടെ മുൻപിൽ പാട്ടുപാടിയാണ് രോഗികളെ ചികിത്സിക്കുന്നത്. പ്രായഭേദമന്യേ വ്യത്യാസമില്ലാതെ നവജാത ശിശുക്കൾക്ക് മുന്നിൽ വരെയാണ് അലസാന്ദ്ര പാടുന്നത്. സംഗീതം പ്രത്യാശയും വിശ്വാസവും ക്ഷമയും വളർത്തുമെന്നും സമാധാന മാർഗമാണെന്നും അലസാന്ദ്ര പറയുന്നു. I think that music is a form of therapy. I sing to some of my patients, especially the newborns. I use music to spread hope, faith, and patience. I can see that it brings them peace. ദേവാലയങ്ങളിൽ ഗാനമാലപിച്ചാണ് അലസാന്ദ്ര ഗാനരംഗത്തെത്തുന്നത്. വചനത്തിന്റെ അപ്പസ്തോലന്മാർ എന്ന ഗാനസംഘത്തിൽ 21 വയസ്സിൽ ചേർന്ന അലസാന്ദ്ര തന്റെ ശബ്ദവും പാട്ടും ദൈവത്തിനനുയോജ്യമാക്കാനായി പരിശ്രമിക്കുകയായിരുന്നു. പിതാവിന്റെ മരണവും സഹോദരന്റെ രോഗവും ഈ ഘട്ടത്തിൽ അലസാന്ദ്രയ്ക്ക് പരീക്ഷണകാലമായിരുന്നു. നിരവധി പേരുടെ പ്രാർത്ഥന മൂലം സഹോദരൻ സുഖം പ്രാപിച്ചു. പിതാവിനോടും സഹോദരനോടുമൊപ്പം ചികിത്സയ്ക്ക് ഏറെ നാൾ നിൽക്കേണ്ടി വന്നത് നഴ്സാവാൻ അലസാന്ദ്രയെ പ്രചോദിപ്പിച്ചു. അങ്ങനെ രോഗികളുടെ ചികിത്സയ്ക്ക് സംഗീതത്തെ അടിസ്ഥാന ഘടകമാക്കി അലസാന്ദ്ര മാറ്റി. I love my job as a nurse, but I'm also very passionate about singing to him. What more can I do than offer him what I have received from him? ദൈവത്തിൽ നിന്നും കിട്ടിയ സംഗീതം എന്ന ദാനത്തെ പകർന്നു നൽകുകയാണ് താൻ ചെയ്യുന്നതെന്നും അലസാന്ദ്ര പറയുന്നു. ഒരു ഗായികയുടെ ഏറ്റവും വലിയ നേട്ടം സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരുടെയും സംഗീതം ആവശ്യമുള്ളവരുടെയും മുന്നിൽ ആലപിക്കുകയാണെന്നും അത് ആശുപത്രി കിടക്കയിലാവാം അല്ലെങ്കിൽ ഗാനപരിപാടികളിലൂടെയുമാവാമെന്നും അലസാന്ദ്ര വ്യക്തമാക്കുന്നു. നൊവേനയേക്കാൾ വിശുദ്ധ കുർബാനയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്ന ഫിയാത്ത് മിഷന്റെ വീഡിയോ ശ്രദ്ധേയമാകുന്നു. പോൾ എന്ന ഒരു വിശ്വാസി കഥാപാത്രത്തിലൂടെയാണ് വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ക്രിസ്ത്യാനികളും പൊതുവെ നൊവേനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്നവരാണ്. എന്നാൽ പോൾ എന്ന വ്യക്തിയുടെ രസകരമായ പരാതിക്ക് വിശുദ്ധ അന്തോണീസ് പറഞ്ഞുവിട്ട ആൾ എന്ന നിലയിൽ സന്യാസവേഷം ധരിച്ച ഒരു വ്യക്തി നൽകുന്ന മറുപടിയാണ് ഈ വീഡിയോ. എന്റെ പുണ്യാള, 9 ആഴ്ച മുടങ്ങാണ്ട് നിന്റെ നൊവേന കൂടി പ്രാർത്ഥിച്ചാൽ എന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി കിട്ടുമെന്ന് പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പോളിന്റെ പരാതി ഇപ്രകാരമായിരുന്നു: 7 ചൊവ്വാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ നൊവേനയ്ക്ക് കൂടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പോകാൻ പറ്റിയില്ല. പകരം ഭാര്യയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്റെ എല്ലാ കാര്യവും ശരിയാക്കണം എന്നായിരുന്നു. ഈ കരച്ചിലൊന്ന് നിർത്തുവോ പോളേട്ടാ?
ഇതാരാ, പുണ്യാളനോ? നമുക്ക് വിശുദ്ധി ലഭിക്കണമെങ്കിൽ നാം വിശുദ്ധനോട് മധ്യസ്ഥം യാചിക്കുന്നതിനേക്കാൾ വിശുദ്ധരായി തീരാനാണ് ശ്രമിക്കേണ്ടതെന്നും വിശുദ്ധരല്ല ദൈവമാണ് നമ്മെ ആഗ്രഹിക്കുന്നത് എന്നുമുള്ള ശക്തമായ സന്ദേശമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വിശുദ്ധ കുർബാനയെ മറന്ന് അമിതമായ രീതിയിൽ വിശുദ്ധരുടെ പിന്നാലെ പായുന്നവർക്ക് ശക്തമായ സന്ദേശമാണ് വീഡിയോ നൽകുന്നത്. കുർബാനയ്ക്കാണോ നൊവേനയ്ക്കാണോ ശക്തി കൂടുതൽ? അത് കുർബാനയ്ക്ക്. ആഹാ, അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാണ്ട് കുർബാനയ്ക്ക് പോകുന്നതാണോ അതോ മുടങ്ങാണ്ട് നൊവേനയ്ക്ക് പോകുന്നതാണോ ഏറ്റവും നല്ലത്? അത് കുർബാനയ്ക്കായിരിക്കും. ഇതിനകം വീഡിയോ നിരവധി പേർ കണ്ടു കഴിഞ്ഞു. എന്റെ പുണ്യാള, എന്റെ കാര്യങ്ങൾ ശരിയാക്കി തരണേ. ഇത് കേട്ട് കേട്ട് പുണ്യാളന്മാർ മടുത്തു. ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ ഒരു സന്തോഷ വാർത്ത പറയാതെ പോകാൻ സാധിക്കില്ല. പ്രതിസന്ധികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ദൈവവിളിയോട് വിശ്വസ്തത പുലർത്തി ദൈവജനത്തെ നയിക്കുവാനായി തീക്ഷ്ണതയുള്ള തൃശൂർ അതിരൂപതയിലെ 17 നവവൈദികർ പുത്തൻപള്ളിയിൽ അർപ്പിച്ച ദിവ്യബലി ശ്രദ്ധേയമായിരുന്നു. സന്യസ്തരും വൈദികരുമടക്കം നിരവധി പേരാണ് ദിവ്യബലി അർപ്പണത്തിൽ പങ്കുചേരാനും നവവൈദികർക്ക് ആശംസകൾ അർപ്പിക്കാനും എത്തിയത്. ഈ റിപ്പോർട്ടോടെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം. വളരെ കാലത്തിന് ശേഷമാണ് 17 വൈദികരെ തൃശൂർ അതിരൂപതയ്ക്ക് ലഭിക്കുന്നത്. രാവിലെ 10 മണിയോടെ തൃശൂർ പുത്തൻപള്ളിയിൽ വൈദിക പട്ടം ലഭിച്ച 17 നവവൈദികരുടെ ദിവ്യബലിയർപ്പണം നടന്നു. ദൈവത്തിൽ ആശ്രയിച്ച് എളിമയോടെ അവിടുത്തെ കരത്തിൻ കീഴിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെട്ട് നമ്മെ ഉയർത്തുവാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് നാം തിരിച്ചറിയണമെന്ന് നവവൈദികനായ ഫാദർ ജിജോ മാളിയേക്കൽ ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ വ്യക്തമാക്കി. നിങ്ങൾ എന്നാണോ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് അപ്പുറം ചിന്തിക്കുന്നത്, അവിടെ ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ നിന്നു പോകാം. എപ്പോഴാണോ ദൈവത്തിൻ്റെ വാക്കുകളോടൊപ്പം ചിന്തിക്കുന്നത്, അവിടെ നമ്മൾ തുടർന്നു കൊണ്ടുപോകും. ദൈവവചനം പഴയ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്: അവിടുത്തെ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവമായ കർത്താവിൽ ആശ്രയിച്ചിട്ട് എളിമയോടെ അവൻ്റെ കരത്തിൽ കീഴിൽ നിൽക്കുമ്പോൾ ആവശ്യമുള്ള സമയം വരുമ്പോൾ നമ്മെ തന്നെ ഉയർത്താൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് നമ്മൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത്, അപ്പോൾ നമ്മുടെ വ്യാകുലങ്ങളൊക്കെ സന്തോഷങ്ങളായി മാറും. ദൈവജനം ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി ദൈവജനത്തിന് ആവശ്യമായ ഇടയന്മാരെ ദൈവം നൽകുന്നുവെന്ന് നവവൈദികനായ ഫാദർ റോജർ തരകൻ വ്യക്തമാക്കി. തൃശ്ശൂർ അതിരൂപതയിലെ ഈ വർഷം 17 പേര് പട്ടം കിട്ടിയത് അത് അതിരൂപതയ്ക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ വർഷത്തെ പോലെ തന്നെ തുടർന്നുള്ള വർഷങ്ങളിലും പട്ടങ്ങളുണ്ടാകും. ഒരുപാട് വ്യക്തികൾ മുൻപോട്ട് കടന്നു വരുന്നുണ്ട് തിരുപ്പട്ടം സ്വീകരിക്കുവാനും. അതുപോലെ തന്നെ ദൈവവിളിയിലേക്ക് കടന്നു വരാൻ ഒരുപാട് പേര് പരിശ്രമിക്കുന്നുണ്ട്. ഇതിന് കാരണം അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ വിളിയുടെ പ്രത്യേകത കൊണ്ടല്ല, ദൈവം വിളിച്ചു എന്നുള്ള ബോധ്യം ഓരോരുത്തർക്കും ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ദൈവജനം ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇടവകയിലായാലും കുടുംബങ്ങളിലായാലും വ്യക്തിപരമായും ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥനയും നിലവിളിയുടെ ഒരു വലിയ ഉത്തരവാണ് ഞങ്ങളുടെ ദൈവവിളി. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ദൈവജനത്തിന് ആവശ്യമായ ഇടയന്മാരെ ഈശോ നൽകുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിനിണങ്ങിയ അജപാലകരെ ഞാൻ തരും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം, അതിൻ്റെ നിറവേറിയതിൻ്റെ പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ 17 പേരും. അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്ന് വന്നവർ നവവൈദികരുടെ കരങ്ങൾ ചുംബിച്ചു. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ.